ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷോർട്ട് PSC. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ. 2025 ജൂലൈ 1 തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ് ഇത്. അപ്പോൾ കോഡ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോഡായിട്ട് കാണാൻ നമുക്ക് പഠിക്കണം. എക്സാമിന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അതിന് നമുക്ക് മനസ്സിലാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കത് ആൻസർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കോഡ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2023 കേരള സംസ്ഥാന ടെലിവിഷൻ സമഗ്ര സംഭാവന പുരസ്കാരം, അതായത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആര്? കെ കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ TV ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടും കെ കുഞ്ഞികൃഷ്ണൻ. 2023 ആണെന്നും കൂടെ നമ്മൾ നോക്കിക്കോണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ആർമി ആയിരുന്നാലും നേവി അവരൊക്കെ നല്ല ശക്തരാണ്. അപ്പോൾ ഇനി പോലീസിനെയും ഫയേഴ്സിനെയൊക്കെ കൂടി ഒന്ന് ഗെയിംസൊക്കെ നടത്തണം. അങ്ങനെ ഒരു കോഡിട്ടങ്ങ് ആലോചിച്ചാൽ മതി. 2029 ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റത് ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. അപ്പോൾ അതിന് ഒരു ചെറിയ കോഡാണ്. നമ്മുടെ അദ്ദേഹം പറഞ്ഞു, സംസ്ഥാന പോലീസ് മേധാവി ആകണമെങ്കിൽ എനിക്ക് റവ തരണം എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ആലോചിക്കാം മേധാവി, സംസ്ഥാന പോലീസ് മേധാവിയിൽ മൈദ എന്ന് ആലോചിച്ചാൽ റവ മൈദ എല്ലാം ഒരു ഫുഡിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നാലും ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇനി മുതൽ നാസയുടെ ബഹിരാകാശ കാഴ്ചകൾ, റോക്കറ്റ് വിക്ഷേപണങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവ തത്സമയം കാണുന്നതിനായി നാസയുമായി കൈകോർക്കുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? നെറ്റ്ഫ്ലിക്സ്. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും ദൂരെയുള്ള നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നെറ്റ് വേണം അല്ലേ. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളുള്ള ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുന്നത് കേരളം. നമുക്കറിയാം കായിക കേരളം എന്ന് ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ കായികം വേണം, കായികത്തിന് എന്ത് വേണം? കളിക്കളം വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എല്ലാ പഞ്ചായത്തിലും കളിക്കളങ്ങളുള്ള ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനമായി മാറാൻ ഒരുങ്ങുന്നത് ആരാണ്? കേരളമാണ്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, AI റോബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഫുട്ബോൾ മത്സരം വരെ നടത്തി. അത്തരത്തിലൊക്കെ ചെയ്യണമെങ്കിൽ ആരായിരിക്കും? നമ്മുടെ ചൈന അല്ലേ. ചൈന. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീട ജേതാവ് ആയുഷ് ഷെട്ടി. അപ്പോൾ അത് നമുക്ക് ഒന്ന് ആലോചിക്കാം. സൂപ്പർ 300 ബാഡ്മിൻ്റൺ അദ്ദേഹത്തിൻ്റെ ആയുസ്സിലെ തന്നെ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടമാണ് കിട്ടിയിരിക്കുന്നത്. ആയുഷ്. ഓക്കെ, അതുമല്ലാതെ ആദ്യത്തെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ ലോക ടൂർണമെൻറ്റ് കിരീടമാണ് അദ്ദേഹത്തിൻ്റെ, ആയുഷ് ഷെട്ടിയുടെ. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അണ്ടർ 21 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ. ഇത്തരത്തിലുള്ള ഈ സ്പോർട്സ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് കോഡ് ഉപയോഗിച്ചാൽ പോലും കിട്ടാതെ ഭയങ്കര ഇച്ചിരി ഒരു ടഫാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ആവർത്തിച്ചത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അണ്ടർ 21 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് ആരാണെന്ന് വെച്ചാൽ ജർമ്മനിയാണ്. ഓക്കെ, ദെൻ നയൻത് ക്വസ്റ്റ്യൻ ആണ്, ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ഏത്? നമുക്ക് തന്നെ അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഗുജറാത്ത്. അപ്പോൾ ഈ സ്മാരകം എവിടെയാണ് നിലവിൽ വരാൻ പോകുന്നത്? ഗുജറാത്തിൽ. ദെൻ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അത് മറന്നു പോകാതിരിക്കാനാണേ. ഈ രാജകൊട്ടാരത്തിലല്ലേ വന്ദനം എന്നൊക്കെ ഇങ്ങനെ പറയും, അങ്ങനെയൊക്കെ ഒരു സംസാരം. അപ്പോൾ ആലോചിച്ചാൽ വന്ദേ ഗംഗ എവിടെയാണ് ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത്? 2025 രാജസ്ഥാനിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെയും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേ ക്ലാസ്സുമായിട്ട് ഇതിൽ നിന്ന് കുറച്ചുകൂടെ നേരത്തെ തരാം. ഇന്ന് എനിക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ഇതിലാണ് സമയം താമസിച്ചു പോയത്. ഇനി മുതൽ രാവിലെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് തരുന്നതാണ്. പിന്നെ ബാക്കി ജനുവരി തൊട്ട് ജൂൺ, അത് നമുക്ക് ജൂൺ മുതൽ അങ്ങോട്ട് ബാക്ക്വേർഡായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ എക്സാംസൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് അതും തരുന്നതാണ്. ഈവനിങ് അതും ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു.